അമേരിക്കൻ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള USA വേണ്ടിയുള്ള ഒരു ഏജൻസിയാണ്. അമേരിക്കൻ്റെ FAAയുടെ സർക്കുലേഴ്സ് നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ അത് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. മോറോവർ ഈ FAA സർക്കുലർ എന്ന് പറയുന്നത് NM 18-33 എന്ന് പറഞ്ഞ ഒരു അഡ്വൈസറി സർക്കുലർ മാത്രമാണ്. പക്ഷെ ഈ സർക്കുലർ ഉണ്ടാകാനുള്ള പാശ്ചാത്തലം എന്തെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഈ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 2017 ജപ്പാൻ എയർലൈൻസിന്റെ ഒരു വിമാനം അത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ആക്സിഡന്റ് ഈ പറയുന്ന ഫ്യൂവൽ സ്വിച്ചസ് രണ്ടും കട്ട് ഓഫ് പൊസിഷനിലേക്ക് പൈലറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാതെ തന്നെ അത് ആ പൊസിഷനിലേക്ക് മാറുകയും എയർക്രാഫ്റ്റ് റൺവേയിൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പൈലറ്റിന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടായിരുന്നില്ല. പിന്നെ എയർക്രാഫ്റ്റ് വേലേക്ക് ടോ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അന്നാണ് എഞ്ചിൻ ഈ ബോയിങ് വിമാനങ്ങളിൽ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് FAAയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. സബ്സിക്വന്റ് ആയിട്ടാണ് ഈ സർക്കുലർ ഇവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു ഡിഫക്റ്റ്, ഒരു ഡിസൈൻ ഫോൾട്ട് ആണത്. അത് ചിലപ്പോൾ എന്തുകൊണ്ട് അതിന്റെ ഒരു മെക്കാനിക്കൽ ഫോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ മൈക്രോ പ്രോസസറിന്റെ ഒക്കെ തകരാറുകളായിരിക്കാം. ഇങ്ങനെ ഒരു തകരാറ് ഇങ്ങനെയുള്ള തകരാറുകൾ ഒരുപക്ഷെ ഒരു ഉയരത്തിൽ വെച്ച് സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന് സഫീഷ്യന്റ് ഒരു സ്പീഡ് ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ഡിസാസ്റ്ററിലേക്ക് നയിക്കില്ല. പക്ഷെ ലോ ആൾട്ടിറ്റ്യൂഡിൽ അതുപോലെ പ്രത്യേകിച്ച് പൊസിഷനിലേക്ക് പോയി എന്നുള്ളതാണല്ലോ കണ്ടെത്തൽ. ഇത് ടേക്ക് ഓഫിന് മുൻപ് ഇക്കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി പരിശോധിക്കുന്നതല്ലേ? ആ സമയത്ത് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണോ, അതോ പെട്ടെന്നുണ്ടായ ഒരു എറർ എന്ന നിലയിൽ നമ്മൾ കണ്ടാൽ മതിയോ? ഇത് പെട്ടെന്ന് സംഭവിച്ച ഒരു സംഭവമാണ് അത്. പക്ഷെ ഇത് ഞാൻ കുറ്റം വെക്കുന്നത് ബോയിങ് കമ്പനിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അത് ആക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മുടെ എയർ ഇന്ത്യ അതിന് നടപടികൾ എടുത്തില്ല എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ അത് ബോയിങ് കമ്പനി ഒരു അഡ്വൈസറി എല്ലാ എയർലൈൻ, കാരണം ബോയിങ് കമ്പനിയുടെ വിമാനങ്ങൾ ലോകവ്യാപകമായിട്ട് ഉപയോഗിച്ചു വരികയാണ്. എല്ലാ എയർലൈൻസും അത് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരം എയർലൈനുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ ബോയിങ് കമ്പനിയിൽ നിന്ന് ഒരു അഡ്വൈസറി സർക്കുലറോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻസോ വരണം. ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് ഈ കേസിൽ മാത്രമല്ല, ഇങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട്. 2021 ഇതുപോലെ ഒരു FAAയുടെ ഒരു സർക്കുലർ ഉണ്ട്, അതായത് 210273-0013 അറ്റാച്ച്മെന്റ് 2. അതില് മൈക്രോ പ്രോസസ്സിലെ ഡിഫക്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ഈ ബോയിങ് വിമാനങ്ങളിലെ. അതില് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ടെമ്പറേച്ചർ എന്താ പറയാ ഫാറ്റീഗ് കൊണ്ട് അതിലെ സോൾഡറിങ് പോയിന്റ്സിന് ഡിഫക്റ്റ് സംഭവിക്കാവും, അത് മാൾ ഫംഗ്ഷനിലേക്ക് അങ്ങനെ കാരണമാകാമെന്നൊക്കെ അവർ കണ്ടുപിടിച്ചു. അതും ആക്ച്വൽ ഒരു ഫെയിലിയർ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. അതും ഇതേപോലെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇത്രയും സീരിയസ് ആയ കാര്യങ്ങൾ, അത് ചിലപ്പോൾ മൈക്രോ പ്രോസസർ മാൾ ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് തെളിയിക്കും. ഇതുപോലെ ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യാനും ഈവൻ എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സാധ്യത വരെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ബോയിങ് കമ്പനി ഈ മറ്റ് എയർലൈനുകളെ സർക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്നത് വളരെ അതിശയകരമായി തോന്നുന്നു. ഒരുപക്ഷെ അവരുടെ ബിസിനസിനെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കാം എന്ന ഒരു ഇതുകൊണ്ടായിരിക്കും അവരുടെ ബിസിനസിനെ ബാധിക്കാമെന്ന് കരുതി അവർ അതിലും വലിയ ബിസിനസിനെ ബാധിക്കുന്ന ഒരു വലിയ അബദ്ധത്തിലേക്കും പിഴവിലേക്കും വന്ന് ചെന്ന് ചാടി എത്ര മനുഷ്യരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വളരെ അനീശ്വരം. മാക്സിസ് കൃത്യമായി പ്രതികരണം അറിയിച്ചതിന്